ഹായ്, എല്ലാവർക്കും എൻ്റെ കുഞ്ഞൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ ഒന്ന് നോക്കിയാലോ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈത്തപ്പഴം ലഡുവാണ്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് ഈത്തപ്പഴം മിക്സിയിലിട്ട് ഒതുക്കി വെച്ചു, പിന്നെ കുറച്ച് എള്ള്, കുറച്ച് നെയ്യ്. ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനൊരു ഈത്തപ്പഴ ലഡു ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം. നമ്മൾക്കിനി വെള്ളമൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളി എടുത്തിട്ടില്ലേ, ഉരുളി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഇട്ട് കൊടുക്കാം. വെള്ളമാണ് ഇത്. ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതാ കുറച്ച് നെയ്യ് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഈത്തപ്പഴം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിൽ വേണം ഈത്തപ്പഴം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ചില ആൾക്കാർ RKG ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രപ്പോരം നെയ്യ് ചേർക്കും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈത്തപ്പഴം ഒതുക്കി വെച്ച ഈത്തപ്പഴം ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം ഇതിൻ്റെ അകത്ത് തന്നെ നല്ലോണം വരണ്ട് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം. നല്ലതായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം. മിക്സർ ഇങ്ങനെയൊന്നും ഒതുങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം പിടിക്കും എന്ത് ചെയ്താലും കേട്ടോ. അത് കുറച്ച് സമയം 5 മിനിറ്റ്. നമുക്ക് പെട്ടെന്നല്ല ഒരു പലഹാരം വേണം. ഇപ്പം കുട്ടികൾക്കെല്ലാം ആയാലുണ്ടല്ലോ, നമ്മൾ ചെറിയ കുട്ടികൾക്കെല്ലാം ഈത്തപ്പഴം പിന്നെ ഒന്നും അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ചിലപ്പോൾ കുരുവെല്ലാം കളഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ ആർക്കായാലും കുരുവെല്ലാം കളഞ്ഞിട്ട് കൊടുത്തിട്ട് അതെല്ലാം ബുദ്ധിമുട്ടാവും. അത് ഇങ്ങനെ ആക്കി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ ആകൃതിയിൽ തന്നെ നമുക്കത് ഉണ്ട പിടിച്ച് വെക്കാം. ഇനി ഉണ്ട പിടിക്കുക, അല്ലെങ്കിൽ ഈത്തപ്പഴത്തിനെ പോലെ അങ്ങനെ ചെറുതായി ആക്കി വെക്കാം. അപ്പം ഓരോന്ന് എടുത്ത് കഴിച്ചാൽ മതി. അപ്പോൾ കുട്ടികൾക്കായാലും നല്ലത്. കുരു ഉണ്ട്, തൊണ്ടക്കായി പോകുന്നില്ല, പേടിയും വേണ്ട. അപ്പം ശരീരത്തിനും നല്ലതാണ്. കഴിച്ചോളും കുട്ടികൾ അങ്ങനെയാകുമ്പോൾ. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ, നല്ലോണമായി. വേണ്ട, ഇനി അധികം വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിത് ഇനി വാങ്ങി വെക്കാം. ചിലപ്പോൾ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകണ്ട. നമ്മൾ അധികം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കരിയാൻ സാധ്യതയുണ്ടേ. അതുകൊണ്ട് നമ്മളിത് വാങ്ങി വെക്കുവേ. ഇനി ഇതൊന്ന് നമുക്ക് ഇതിനെ തണിഞ്ഞിട്ടാകുമ്പോൾ ഉണ്ട പിടിക്കാൻ ഓഫാക്കി, ഗ്യാസ് ഓഫാക്കി. ഇനി ഇത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇല്ലെങ്കിൽ ഈ ഓട്ടുരുളിയല്ലേ, അപ്പം ഓട്ടുരുളിയാകുമ്പോൾ ഉരുളിയുടെ ചൂടും കൂടിയും കൂടും. അപ്പം വേഗം ഒന്ന് തണിയാൻ വിഷമമായിരിക്കും. അപ്പം നമ്മളൊരു വേറെ പാത്രത്തിലേക്ക് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് വാങ്ങി വെക്കാം. എന്നാൽ വേഗം തന്നെ ഇതൊന്ന് ആറിക്കിട്ടും. ഈത്തപ്പഴം നമ്മൾ തണിയാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നതാ. ഇനി ഇത് തണിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ആ എള്ള് ചൂടാക്കി വെച്ചിട്ടില്ലേ നേരത്തെ, അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച്. ഇനി നമുക്ക് ഈത്തപ്പഴം കുറച്ച് ഇതേപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. കൈ കൊണ്ട് ഇതുപോലെ എടുത്തിട്ട് ഞാൻ ഉണ്ടയാക്കുന്നില്ല, ഞാൻ ഏകദേശം ഇതേപോലെയാണ് ആക്കിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ഈ എള്ളിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന്
ആക്കിയെടുക്കുക, ചുറ്റിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ ഓരോന്നും ഇത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുക്കും. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഉണ്ട പിടിച്ച് വെച്ചാൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അത് നമുക്കൊന്ന് എടുത്തിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കോ. ഞാനും ഒരു കഷ്ണം എടുത്തിട്ട് നോക്കട്ടെ. ഇത് പ്രത്യേകിച്ച് നമ്മളിലൊന്നും കൂട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ ഈത്തപ്പഴവും നെയ്യും വെള്ളം മാത്രമാണ്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് മോശമില്ല, നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ ഈത്തപ്പഴത്തിൻ്റെയും എള്ളിൻ്റെയും ആ നെയ്യെല്ലാം ആ ഒരു ടേസ്റ്റ് നല്ല രസമുണ്ട്. മോശമില്ല, നല്ല രസമുണ്ട്. അടിപൊളി. എള്ളിൻ്റെ അല്ലേ? പുറത്ത് ചവക്കുമ്പോൾ നല്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ടാറ്റാ.